സ്നേഹ ഇപ്പൊ തങ്ങളുടെ ഭാര്യ എല്ലാത്തിനും കൂടെയുണ്ട്. ക്രിയേറ്റിവിറ്റിയിലായാലും പരസ്യത്തിലും നിർമ്മാണത്തിലൊക്കെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. എങ്ങനെയായിരുന്നു ഒരു കണ്ടുമുട്ടൽ? കണ്ടുമുട്ടൽ ഇതേപോലെ ഞങ്ങൾ കാണുന്നത് VK പ്രകാശിന്റെ ട്രെൻഡ്സ് ആഡ് ഫിലിംസിൽ വെച്ചിട്ടാണ് കാണുന്നത്. സ്നേഹം അങ്ങനെ ഫിലിം മേക്കർ ആയിട്ടാണ് അവിടെ വന്നത്. സ്നേഹം കുറച്ച് ഫിലിംസ് അവിടെ അഡ്വർടൈസിങ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില സമയത്ത് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ 2001 ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയെങ്കിൽ ഒരു 3-4 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിച്ചൊരുമിച്ച്. അതുവരെ ഞങ്ങൾ ഒരു ഓഫീസും മേളിൽ 2 സ്പേസിലുമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതായത് ഞങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. ദൈവം സഹായിച്ചവരൊക്കെ നല്ലപോലെ പഠിച്ചു പോകുന്നു. തിരിഞ്ഞു നോക്കുമ്പം അതൊക്കെ ഈശ്വരാനുഗ്രഹം അല്ലെ. അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ നമ്മുടെ എന്ത് ഡെസിഷനും സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പ്രകാശ് വർമ്മയ്ക്ക് എല്ലാ എനർജിയും കൊടുക്കുന്ന, ക്രിയേറ്റീവായ എനർജിയും കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സ്നേഹായിപ്പും കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പൊ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ഈ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം? ഇനി അറിയാം, പുറത്ത് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ അതെ, ഈ CA ജോർജ് ആകാൻ പോകുന്നവരും വളരെ ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തിയിട്ടാണെന്ന് സംവിധായകൻ പറഞ്ഞു കേട്ടു. എങ്ങനെയാണത്? ഇവിടെ വെച്ചായിരുന്നു ആക്ച്വലി. തരുണും സുനിലും കൂടെ വന്ന് ആദ്യം ഈ സ്റ്റോറി പറയുന്നത്. അപ്പൊ എനിക്ക് തരുണൊന്നും അറിയ പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഒരു 3-3.5 മണിക്കൂർ ഒറ്റൊരു ഇരുപ്പിന് പുള്ളി കഥ പറഞ്ഞു. എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അത്രയ്ക്കും ആ ഫിലിം തരുണിന്റെ ഉള്ളില് എന്താ പറയുക, അരച്ച് കലക്കി പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയും മനസ്സിൽ കാണാൻ പറ്റി. അങ്ങനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്തത്. ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു, ഞങ്ങൾ രണ്ടുപേരും. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഏറ്റവും മികച്ച അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ആഡ് ഫിലിം ഏതാണ്? പക്ഷെ അദ്ദേഹത്തിന് ഇനി വരാനിരിക്കുന്നു എന്ന് പറയും. മാഡത്തിന് ഇഷ്ടപ്പെട്ട ഏതാണ്? അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പലതുണ്ട്. ഷാരൂഖ് ഖാന്റെ ആ ദുബായ് ടൂറിസത്തിന്റെ, പിന്നെ ബ്രിട്ടീഷ് എയർവേസിന്റെ വളരെ എമോഷണൽ കണ്ടന്റ് ഇതിനകത്ത്, അതിലാണല്ലോ ഒരു ടച്ച് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് മോസ്റ്റ് മെമ്മറബിൾ ഫിലിംസ് ആർ ഓൾവേസ് അബൌട്ട് ദ എക്സ്പീരിയൻസ് ഓഫ് മേക്കിംഗ് ഇറ്റ്. അത് എങ്ങനെ അവിടം വരെ കൊണ്ടെത്തി പ്രോസസ് ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും എക്സൈറ്റിംഗ്. റിസൾട്ട് നമ്മുടെ കയ്യിലല്ലല്ലോ. രണ്ടുപേരും കൂടെ കൂടി ആലോചിച്ച് ഭയങ്കരമായി ചർച്ച ചെയ്തൊക്കെയല്ലേ ഇതിലേക്ക് വരുന്നത് അല്ലേ? ഞങ്ങളുടെ ഒരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് തന്നെ. കുറെ നാള് ഞങ്ങൾ കല്യാണം കഴിച്ച ആൾക്കാരാന്ന് പോലും പലവർക്കും അറിയണ്ടായിരുന്നില്ല. കാരണം ഐ തിങ്ക് our professional relationship was always before our personal relationship. അപ്പോൾ ആ പ്രൊഫഷണലിസം എന്നും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ആ ലൈൻ ക്രോസ് ചെയ്യില്ല. he lets me take certain decisions. അതേപോലെ his area he has to decide എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഫിനാൻഷ്യൽ ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് ഒന്നോടെ, അതായത് ഇപ്പൊ എനിക്കിപ്പോ പെട്ടെന്ന് നമ്മളിപ്പോ ഒരു പ്രോജക്ട് നമ്മൾ പ്രത്യേക രീതിയിൽ അതിന്റെ ബഡ്ജറ്റിങ്ങിനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും ചിലപ്പം അതിന്റെ ലൊക്കേഷൻ ചിലപ്പോൾ ഒന്ന് എനിക്ക് മാറ്റിയാൽ കൊള്ളാം, അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ക്യാരക്ടേഴ്സ് വരേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങൾ വേണം. അതിനൊക്കെ നമ്മൾ വിചാരിച്ചതിന്റെ എക്സ്പെൻസ് കൂടിയാലും ഞാൻ അതൊരു ഡെസിഷൻ എടുത്താൽ ഷീവിൽ നെവർ. അതേപോലെ ഇപ്പൊ സ്നേഹയുടെ ഒരു ഏരിയയിൽ അങ്ങനെ ഞാൻ ലൈൻ ക്രോസ് ചെയ്യാറില്ല. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ഷാരൂഖ് ഖാന്റെ ആ ദുബായ് ടൂറിസത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണും. എന്തൊരു രസമാണ് ഇപ്പോഴേ. അതായത് അപ്രതീക്ഷിതമായിട്ട് വരുന്നു എന്നുള്ളത്, അത് വാസ്തവത്തിൽ എത്ര സമയം എടുത്തു അത് ഔട്ട്പുട്ടിലേക്ക് വരാനായിട്ട്? അത് അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം അത് പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നൊരു ഓഫറാണ്. SRKയിൽ നിന്ന് തന്നെ വന്ന ഓഫറാണ്. അതിൻ്റെ അകത്ത് വേറെ അഡ്വർടൈസിങ് ഏജൻസീസ് ഒന്നും ഇൻവോൾവ് അല്ലായിരുന്നു. അപ്പം അത് ലാസ്റ്റ് മിനിറ്റ് ഇൻഫാക്ട് എനിക്ക് ഹരിദാസ് എന്ന് പറഞ്ഞ നമുക്കൊരു ക്രിയേറ്റീവ് പാർട്ട്ണർ ഉണ്ട്. അപ്പൊ ഹരിയായിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം ഹരിക്ക് വന്നൊരു സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഹരി നമ്മളെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തും. ഇതേപോലെ പെട്ടെന്നൊരു ഐഡിയ ഇങ്ങനെ പറയും, പക്ഷെ ഭയപ്പെടുത്തുകയും ചെയ്യും. ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും ഇത്രയും വലിയൊരു സ്റ്റാറിനെ വെച്ചിട്ട് നമ്മൾ. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷനിൽ എടുത്ത് ചാടുന്നതാണ് എപ്പോഴും ബുദ്ധി. കാര്യം അതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. പിന്നെ SRKനെ പോലത്തെയൊക്കെ ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ്, വേറെ പുള്ളിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എന്തും ചെയ്യാൻ തയ്യാറുള്ള വളരെ നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടൊക്കെയാണ് അവരെപ്പോഴും എന്നും അങ്ങനെ നിൽക്കുന്നത്.